ഹരി ഓം. ഇന്ന് 2025 ഏപ്രിൽ മാസം 28-ാം തീയതി വൈശാഖ പുണ്യ മാസത്തിൻ്റെ തുടക്കമാണ്. ഇന്ന് തൊട്ട് വൈശാഖ പുണ്യമാസത്തിൻ്റെ ചില പ്രത്യേകതകളും പവിത്രതകളും പറ്റി നമുക്ക് ദിവസവും കുറച്ച് കേൾക്കാം. ഇന്ന് ആദ്യത്തെ ദിവസം വൈശാഖത്തിൻ്റെ പുണ്യത്തിനെ പറ്റിയാണ് പറയുന്നത്. വൈശാഖ മാസം അതായത് മാധവൻ്റെ മഹാവിഷ്ണുവിൻ്റെ മാസമാണ്. മായയുടെ ധവനാണ് മാധവൻ. മാ എന്നാൽ മഹാലക്ഷ്മി ദേവിയാണ്. മഹാലക്ഷ്മി ദേവിയുടെ ധവൻ എന്നാൽ ഭർത്താവ്. മായയുടെ ധവനായ മഹാവിഷ്ണുവിനെ പ്രകീർത്തിക്കുന്ന മാസമായതുകൊണ്ട് വൈശാഖ മാസത്തിന് മാധവ മാസം എന്നും പേരുണ്ട്. ആദിപുരുഷനും സർവേശ്വരനുമായ ശ്രീനാരായണൻ അനേകം കോടി ജീവജാലങ്ങളെ സ്വന്തം ഉദരത്തിലാക്കിക്കൊണ്ട് യോഗനിദ്ര ആരംഭിച്ചു. പുണ്യപാപങ്ങൾക്കനുസരിച്ച് ജീവിതം നയിക്കുന്ന മനുഷ്യരോട് ഭഗവാന് അനുകമ്പ തോന്നി. ഈ ചിന്ത ഉണ്ടായപ്പോൾ ഭഗവാന്റെ നാഭിയിൽ നിന്നും ഒരു താമരയും അതിൽ ബ്രഹ്മാവും ആവിർഭവിച്ചു. സൃഷ്ടികർത്താവായ ബ്രഹ്മദേവൻ 14 ലോകങ്ങൾ സൃഷ്ടിച്ചു. ഗുണങ്ങളുടെ അടിസ്ഥാനത്തിൽ ഭിന്ന കർമ്മങ്ങൾ ചെയ്യുന്നവരെ സൃഷ്ടിച്ചു. വർണ്ണാശ്രമങ്ങളും ധർമാശ്രമങ്ങളും ഉണ്ടായി. വേദങ്ങൾ, പുരാണേതിഹാസങ്ങൾ എന്നിവയെല്ലാം മുനിമാർ മുഖേന പ്രചരിപ്പിച്ചു. ലോകത്തിൽ ഇവയെല്ലാം സംജാതമായപ്പോൾ വിഷ്ണുദേവന് സ്വന്തം ജനങ്ങളുടെ ജീവിത രീതി കാണണമെന്ന് തോന്നി. അതിന് യോജിച്ച കാലത്തെക്കുറിച്ച് അദ്ദേഹം ചിന്തിച്ചു. വസന്തം, ഗ്രീഷ്മം, വർഷം, ശരത്ത്, ഹേമന്തം, ശിശിരം എന്നിവയാണല്ലോ 6 ഋതുക്കൾ. ഇവയിൽ വസന്തം ഒഴികെയുള്ള എല്ലാത്തിനും പല ദോഷങ്ങളും പ്രകൃതിയിൽ തന്നെ ഉള്ളതായി ഭഗവാന് തോന്നി. പ്രകൃതിയിലുള്ള ദോഷങ്ങൾ സാധാരണയായി മനുഷ്യരെയും ബാധിക്കുമല്ലോ. അതുകൊണ്ട് അപ്പോൾ ജീവിത രീതി വ്യക്തമായി അറിയുവാൻ കഴിയുകയില്ല. പ്രകൃത്യാ ഉള്ള ദോഷങ്ങളൊന്നും ഇല്ലാത്ത നല്ല കാലം വസന്തമാണ്. അതുകൊണ്ട് വസന്തകാലത്ത് ജനങ്ങളുടെ ജീവിത രീതി നിരീക്ഷിക്കാമെന്ന് മാധവൻ നിശ്ചയിച്ചു. സസ്യലതാദികളും പുഷ്പഫലാദികളും കൊണ്ട് സമൃദ്ധമായ കാലമാണ് വസന്തകാലം. നല്ല കാലാവസ്ഥ ആയതുകൊണ്ട് ജനങ്ങൾക്ക് വിഷമങ്ങൾ അനുഭവിക്കേണ്ടി വരികയില്ല. ദീനങ്ങളൊന്നും ഇല്ലാത്ത നല്ല കാലത്തെ ജീവിത രീതിയാണല്ലോ കാണേണ്ടത് എന്ന വിചാരത്തോടു കൂടി വിഷ്ണുദേവൻ ലോകയാത്ര ആരംഭിച്ചു. ലക്ഷ്മി ദേവിയോടൊപ്പം ഗരുഡാരൂഢനായിട്ടായിരുന്നു ഭഗവാന്റെ യാത്ര. വനങ്ങൾ, ഗ്രാമങ്ങൾ, പർണശാലകൾ, പുഷ്പോദ്യാനങ്ങൾ എന്നിവ യാത്രാമധ്യേ ഭഗവാൻ ദേവിക്ക് കാണിച്ചു കൊടുത്തു. എല്ലാ വസന്തത്തിലും വിഷ്ണു ഭഗവാൻ ലക്ഷ്മി ദേവിയോടൊപ്പം വൈകുണ്ഠത്തിൽ നിന്ന് പുറത്തു വരുന്നു. അന്തരീക്ഷത്തിൽ 30 ദിവസം വസിക്കുന്നു. ഭൂമിയിലെ മനുഷ്യർ ചെയ്യുന്ന കർമ്മങ്ങൾ വീക്ഷിക്കുന്നു. ദേവീ സമേതനായ വിഷ്ണുവിൻ്റെ സാന്നിധ്യമുള്ള ഈ ദിവസങ്ങളിൽ മനുഷ്യർ സത്കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പുണ്യം ചെയ്യുന്നവരെയും പാപം ചെയ്യുന്നവരെയും നിരീക്ഷിച്ചുകൊണ്ട് ഭഗവാൻ അന്തരീക്ഷത്തിൽ വസിക്കുമ്പോൾ പുണ്യകർമ്മങ്ങൾ അനുഷ്ഠിക്കണം. പുണ്യകർമ്മങ്ങൾ ചെയ്യുന്നവരോട് ഭഗവാന് പ്രീതിയും പാപകർമ്മങ്ങൾ ചെയ്യുന്നവരോട് അപ്രീതിയും ഉണ്ടാകും. ഹരി ഓം. എന്താണ് വൈശാഖ ധർമ്മങ്ങൾ എന്ന് നമുക്ക് നാളെ അടുത്ത വീഡിയോയിൽ കേൾക്കാം.